A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ A+ ആണോ എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. പരാതിക്കാരിയോടും ഒപ്പം ചെന്നവരോടും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മോശമായി പെരുമാറിയതായി പരാതി. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകി. നിലമ്പൂർ സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ 11 വൈകുന്നേരം 6:30 പരാതിക്കാസ്പദമായ സംഭവം ഉണ്ടായതെന്ന് അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലെ യാത്രക്കാരിക്ക് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളിൽ നിന്നും മർദ്ദനം ഏൽക്കുകയായിരുന്നു. വിധവ കൂടിയായ പരാതിക്കാരി തന്നെ വിളിച്ച് സംഭവം പറഞ്ഞു. ജനറൽ സീറ്റിൽ ഇരുന്ന ഇവർ വടപുറത്ത് എത്തിയപ്പോൾ ബത്തേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന യാത്രക്കാരിക്ക് സീറ്റ് നൽകി. ഇതിൽ പ്രകോപിതനായിട്ടാണ് യാത്രക്കാരൻ ഇവരെ മർദ്ദിച്ചത്. സംഭവം കണ്ടക്ടറോട് പരാതി പറയാൻ താൻ ആവശ്യപ്പെട്ടു. പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാമെന്ന് കണ്ടക്ടർ പറഞ്ഞതായി ഇവർ അറിയിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊള്ളാൻ താൻ പറഞ്ഞു. തുടർന്ന് 2 സഹപ്രവർത്തകരോടൊപ്പം താൻ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മർദ്ദിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ പരാതിക്കാരിയെ നിർത്തിയും മർദ്ദിച്ചയാൾക്ക് ഇരിക്കാൻ സീറ്റ് നൽകുകയും ചെയ്തു. പരാതി വാങ്ങാൻ തയ്യാറാവാതെ വന്നതോടെ പരാതി സ്വീകരിക്കാൻ താൻ ആവശ്യപ്പെട്ടു. അത് എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാമെന്നും വൈസ് ചെയർപേഴ്സണായ തന്നെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിവിടാൻ പോലീസുകാരോട് വനിതാ ഉദ്യോഗസ്ഥ ആവശ്യപ്പെട്ടുവെന്നും അരുമ ജയകൃഷ്ണൻ പറയുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യുകയും ഒരു ജനറൽ സീറ്റിലാണ് അവർ ഇരുന്നിരുന്നത്. അപ്പൊ ആ ജനറൽ സീറ്റിൽ വടപുറത്ത് എത്തിയപ്പോൾ അവര് അവിടെ നിൽക്കുന്ന ഒരു കുട്ടി, ബസ് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു. അപ്പൊ ഈ ജനറൽ സീറ്റിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് സീറ്റ് മാറി കൊടുക്കുകയും ആ മാറി കൊടുത്തതിൽ പ്രതിഷേധിച്ച് കൂടെ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു സഹ യാത്രക്കാരൻ ഇവരെ തെറി പറയുകയും മുഖത്ത് അടിക്കുകയും ചെയ്തൊരു സംഭവം എന്നെ വിളിച്ച് പറയുകയുണ്ടായി. അപ്പൊ അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, അതിന്റെ അതോറിറ്റി അറിയണത് ബസ്സിൽ നിന്നുണ്ടായ സംഭവം ആയതുകൊണ്ട് അതതിന്റെ അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് ബസ് കണ്ടക്ടറോട് പരാതി പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ബസ് കണ്ടക്ടറോട് പരാതി പറഞ്ഞപ്പോൾ ബസ് കണ്ടക്ടർ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ഇവരെ മുഖത്തടിക്കുകയും തെറി പറയുകയും ഇവരെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ തെറി പറയുകയും ചെയ്തപ്പോൾ ഇവർക്ക് വളരെ സങ്കടം ഉണ്ടായി. അപ്പോൾ ബസ് കണ്ടക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് ചോദിച്ചു. വീണ്ടും ഇവരെ എന്നെ വിളിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് വണ്ടി, അരുമൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള 2 സഹപ്രവർത്തകരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി. ഏകദേശം ഒരു 6:45 സമയത്താണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പരാതിക്കാരി അവിടെ നിൽക്കുകയാണ്, പ്രതി അവിടെ നിൽക്കുകയാണ്. ഈ വനിതാ പോലീസാണ് ഈ കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വനിതാ പോലീസ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ബസ് യാത്ര അല്ലേ, ആരും അടിക്കണത് കണ്ടവരില്ല. ബസ് യാത്രക്കാരോട് ചോദിച്ചപ്പോൾ അടിക്കണത് ആരും കണ്ടതില്ല, നിങ്ങൾ പരസ്പരം വഴക്ക് കൂടണതേ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് മനഃപൂർവ്വം നിങ്ങളെ മേത്ത് തട്ടിയതായിരിക്കില്ല എന്നുള്ള രീതിയിൽ ആണ് ഈ വനിതാ പോലീസ് ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറയാൻ കാരണം, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമത്തിന് ശക്തമായി നിലകൊള്ളുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണ് നിലവിലുള്ളത്. ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, അവിടെ പോയി പരാതി പറയണം എന്നാവശ്യപ്പെട്ടത്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ പരാതി പറയുമ്പോൾ ഇത്തരം നിഷയെ പോലുള്ള ആളുകൾ പരാതിക്കാരിക്ക് ഒപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം നിൽക്കുന്ന രീതിയാവുമ്പോൾ ഇവിടത്തെ പോലീസുകാർക്ക് തന്നെ അത് ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു അപമാനകരമായിട്ടുള്ള കാര്യമാണ് നടന്നിട്ടുള്ളത്. അവിടെ ചെന്ന് ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം അവിടെ നിൽക്കുകയും ഞങ്ങളോട് ഇവരെ തച്ചിട്ടില്ല, ആ രീതിയിൽ പ്രതിക്കടക്കം കസാര ഇട്ട് കൊടുത്ത് സ്വീകരിച്ചിരുത്തിയ ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പരാതിക്കാരി നിൽക്കുകയും പ്രതിനെ കസാര ഇട്ട് ഇരുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നിഷയുടെ ഭാഗത്തുനിന്ന്, അതായത് ആ വനിതാ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളോട് മര്യാദയുടെ പേരിൽ പോലും ഒന്ന് ഇരിക്കാൻ പോലും പറഞ്ഞിട്ടില്ല. അതിന് പുറമെ അവർ ചെയ്ത കാര്യം, നമ്മൾ അതിൽ ഇടപെട്ടു. അതായത് പരാതിക്കാരി കരയാൻ തുടങ്ങി. അതായത് നമ്മള് മനഃപൂർവ്വം ഇത് പറഞ്ഞതല്ല, എനിക്ക് ഇവരെ ഒരു പരിചയമില്ല, മുൻപരിചയമില്ല, അവരെന്നെ ആക്രമിക്കുകയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു, അതിന് കേസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കേസ് എടുക്കാൻ തയ്യാറാവാതെ ഇവര് ചെയ്ത കാര്യം എന്താ വെച്ചാല്,
ഞങ്ങൾ അതിൽ കയറി ഇടപെട്ടപ്പോൾ ഇവരെ പിടിച്ച് പുറത്താക്കൂ എന്നുള്ള രീതിയിൽ മറ്റുള്ള പോലീസുകാരോട് പറഞ്ഞു. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ പിടിച്ച് പുറത്താക്കൂ. ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്, ഞാൻ ഈ പരാതിക്കാരിയുടെ ഒപ്പമാണ് അവിടെ പോയത്. ഒരു സ്ത്രീയാണ്, ഒരു വിധവയാണ്. ഇവർക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു ജനപ്രതിനിധിക്ക് പോലീസ് സ്റ്റേഷനിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം പോലീസുകാര് ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മളെ പോലീസ് മൊത്തം സേനയ്ക്ക് തന്നെ അപമാനകരമായിട്ടുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഒരു വനിത പോലീസ് ഇത്തരം രീതിയിൽ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നിയതും മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ള അതോറിറ്റിക്കും കംപ്ലൈന്റ് കൊടുത്തു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാർക്കുൾപ്പെടെ നിർഭയം പരാതി നൽകാൻ അവസരം ഉണ്ടാക്കിയിട്ടുള്ള ഇടതു സർക്കാർ ഭരിക്കുമ്പോഴാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കൂടിയായ തനിക്കുൾപ്പെടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു. കുട്ടികൾ, സ്ത്രീകൾ എന്നിവർക്ക് നീതി ഉറപ്പാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുന്ന സർക്കാരിനെ മോശമായി കാണിക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്നും വൈസ് ചെയർപേഴ്സൺ പറയുന്നു. ചൊവ്വാഴ്ച ചേരുന്ന നിലമ്പൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിക്ക് പ്രമേയം അവതരിപ്പിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. CPM നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അരുമ ജയകൃഷ്ണൻ. A+ വിഷൻ, നിലമ്പൂർ.